യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം 17-ാമത്തെ വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുടെ പരിഹാസമോ ആഘോഷമോ കണ്ട് നിങ്ങൾ തളരരുത്. അവർ ആഘോഷിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്ന് നിങ്ങൾക്കായി എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർ നിശബ്ദരാകേണ്ടി വരും. അതുകൊണ്ട് പ്രതിസന്ധികളിൽ പതരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ശത്രുവിനോട് പകവിട്ടാനല്ല, മറിച്ച് ദൈവത്തിന്റെ ഇടപെടലിനായി കാത്തിരിക്കാനാണ് നാം പഠിക്കേണ്ടത്. അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, നിങ്ങളുടെ പരാജയം വലിയൊരു വിജയ സാക്ഷ്യമായി മാറും. ദൈവം തരുന്ന താമസം നിരസിക്കലല്ല, മറിച്ച് വലിയൊരു വിജയത്തിനായുള്ള തയ്യാറെടുപ്പാണ്. നിനക്കെതിരെ വരുന്ന കൊടുങ്കാറ്റിനെ നോക്കി ഭയപ്പെടരുത്. ആ കൊടുങ്കാറ്റിനെ അടക്കാൻ കഴിയുന്ന ദൈവമാണ് നിന്റെ കൂടെയുള്ളതെന്ന് ഓർക്കുക. നമുക്ക് പ്രത്യാശയോടെ മുന്നേറാം. ദൈവം നമുക്കായി എഴുന്നേൽക്കുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കാം. അന്ന് ലോകം കാണും നമ്മെ നടത്തിയ ദൈവം എത്ര വലിയവനാണെന്ന്. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.